കഴിഞ്ഞ 7 ദിവസമായിട്ട് ഇല്ലാത്തത് കാച്ചുകൊണ്ട് നടക്കുമെന്നോ, അതെ കഴിഞ്ഞ 7 ദിവസമായിട്ട് കാണാത്തത് ഞങ്ങൾ നിൽക്കുന്നിടത്ത് വെളിപ്പെടുമെന്നോ, ഇന്ന് പകൽ സംശയിക്കപ്പെടാതെ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ടപ്പോൾ, ദൈവത്തിന്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടപ്പോൾ രാജാക്കന്മാർ, പടയാളികൾ എല്ലാവരും ഉത്സാഹത്തോടെ ചേർന്ന് അവരെ താഴ്വരയിൽ കുഴികൾ കുഴിക്കാൻ തുടങ്ങി. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് എന്നെ കേട്ട പ്രിയപ്പെട്ടവരെ, ഇല്ലാത്തതിന് ഉള്ളതിനെ വിളിച്ചു വരുന്നവരെയോ അവരോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. വടികൾ അടഞ്ഞു പോയ ഇടത്ത്, സാധനങ്ങൾ അസ്തമിക്കപ്പെട്ടു പോയ ഇടത്ത് അവൻ ദൈവത്തിന്റെ പ്രവൃത്തി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അസ്തമിച്ചിട്ടില്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഇതുവരെ ഒരിക്കൽ കൂടി ആലോചന വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവേ ഏതെങ്കിലും വെള്ളമെടുക്കില്ലേ നീരോട്ട് കൊണ്ടെടുത്തല്ലേ കുടിക്കേണ്ടത്. സ്തോത്രമല്ലേ? അവേ അത് സാധ്യതകൾ തപ്പിപ്പോകുന്നില്ലമാ. നീ സാധ്യതയില്ലാത്തടത്ത് പ്രാർത്ഥിക്കുക, സാധ്യതയില്ലാത്തടത്ത് മുഴങ്കാലം അടക്കുക, സാധ്യതയില്ലാത്തടത്ത് നിലവിളിക്കുക. അതേ സാധ്യതയില്ലാത്ത ഇടത്ത് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് താഴ്വരകൾ അനേക കുഴികൾ വെട്ടണം. നിർത്തരുത്, കുഴികൾ നിർത്തരുത്. വെട്ടാൻ തുടങ്ങിയാൽ വെട്ടിത്തോണം. അതിന്റെ ആഴമനുസരിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. നീ എത്രത്തോളം ആഴത്തിൽ കുഴിക്കുമോ അത്രത്തോളം വെള്ളം നിറയും. വടി പിടിച്ച് കുടിക്കാതിരുന്നാൽ അവൻ മറ്റുള്ളവർ കുടിച്ച് കുടിക്കകത്ത് നിറഞ്ഞു വരുന്നത് നിനക്ക് കാണാനേ കഴിയത്തുള്ളൂ. പക്ഷേ അത്രത്തോളം ആഴത്തിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ ആഴങ്ങൾ, ആരാധനയാഴങ്ങൾ, ഉപവാസത്തിന്റെ ആഴങ്ങൾ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ആഴത്തിൽ കുടിക്കുവാൻ തയ്യാറായിക്കോളും. സ്തോത്രം 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 സ്തോത്രം. കുഴികൾ കുറവായിരിക്കുക. ഒരിക്കലും സഹോദരിയോട് പറയുന്ന കാര്യമുണ്ട്. അവൻ അയൽവക്കക്കാരോട് വെറും പാത്രങ്ങൾ വായ്പ വാങ്ങണം, പാത്രങ്ങൾ കുറവായിരിക്കരുത്. എന്താ ഇവിടെ എല്ലാം ഇതിങ്ങനെ പറഞ്ഞ കാരണം? എന്റെ കർത്താവ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് വെച്ചല്ല ചെയ്യുന്നവരെ. പരിധി വെച്ച് ചെയ്യുന്നവരെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് പകലിൽ ഞാൻ വചനം പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ എത്തിപ്പിടിക്കുന്ന ചില പരിധികളെ ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ പൊട്ടിച്ചു കളയുകയാണ്. പകരപ്പെടാൻ തുടങ്ങിയാൽ ആമേൻ പാത്രങ്ങൾ കുറവ് വന്ന് ആമേൻ പോരായി പാടില്ല. ഒരു പാത്രങ്ങളൊക്കെ വായ്പ വാങ്ങിക്കോണം. പാത്രങ്ങൾ കുറവായിരിക്കരുത്, കുഴികൾ വെട്ടുന്നത് കുറവാകരുത്. ആമേൻ ഉത്സാഹത്തോടെ വെട്ടാൻ തുടങ്ങി. ആമേൻ നമുക്കറിയാം വചനങ്ങളൊക്കെ വായിച്ചു കൊടുപ്പോ സ്തോത്രം സ്തോത്രം പ്രതീക്ഷയോടെ കുഴിച്ചിട്ട് കാത്തിരിക്കുകയാണ്. എത്ര നാളായി കുഴിച്ചിട്ട് കാത്തിരിക്കും? 2023 കുഴിച്ചിട്ട് കാത്തിരിക്കും, 20 കുഴിച്ച് കാത്തിരിക്കും, 2016 കുഴിച്ചിട്ട് കാത്തിരിക്കും. വെള്ളം നമുക്ക് 2024 കുഴിച്ചു, കഴിഞ്ഞ മാസം കുഴിച്ചു, കഴിഞ്ഞ മുമ്പത്തെ മാസം ജനുവരി മാസത്തിൽ കുഴിച്ചു, നടന്നില്ല. എന്റെ മകൻ ഭാരപ്പെടാനില്ല. അവയെ കുഴിച്ച കുഴികൾ ജീവിതത്തിന്റെ പിന്നിൽ ഒരുപാട് കുഴികൾ കടക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന സമയത്തൊന്നും നിറഞ്ഞിട്ടില്ലല്ലോ എന്നൊരു ഭാരം ഒരുപക്ഷെ ജീവിതത്തിന്റെ ആ ഇടനെഞ്ചിനോട് ചേർന്നിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, താമസം വിന കുഴിച്ച കുഴികളെല്ലാം നിറയുവാനായിട്ട് ശക്തമായി കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്. അല്ലെങ്കിൽ ചില കുഴികൾ നിറയാൻ എന്റെ ദൈവം ഇന്ന് കഴിഞ്ഞ 7 പകൽ 7 രാത്രി ഒരിച്ചു വെള്ളത്തിന് വേണ്ടി ആഗ്രഹിച്ചു ലഭിക്കപ്പെടാതെ പോയപ്പോ അമ്മേ ദൈവദാസന്റെ ആലോചനയാൽ പറഞ്ഞു, അമ്മ ഈ താഴ്വര നിന്റെ ജീവിതത്തിലെ ചേഞ്ച് വരുത്തുന്നതാണ്. അമ്മേ ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുന്നതാണ്. ഈ താഴ്വരകളിൽ അനേക കുഴികളുണ്ട്. എങ്ങനെ വേണം? അനേക കുഴികൾ. സ്തോത്രം സ്തോത്രം. അനേക കുഴികൾ വെട്ടണം. അതെ, കുഴികൾ വെട്ടിയിട്ടു പ്രഭാതം സ്തോത്രം എവിടെയോ കിടന്ന വെള്ളത്തിൽ അമ്മേ ആരാണ്ടി കൊണ്ടുവരുന്നത് മട പൊട്ടിച്ച് ബൗണ്ടറി പൊട്ടിച്ച് കുഴിച്ച കുഴിക്കകത്തേക്ക്
ദൈവം തന്നെ വെള്ളത്തിന് റൂട്ട് കാണിച്ചു. ആമേൻ. കുഴിച്ചവന്റെ കുഴിക്കകത്തേക്ക് ആ വെള്ളത്തിന് എവിടെയോ കിടന്ന വെള്ളം. വെള്ളത്തെ വരെ നിദ്രിക്കാൻ കരുത്തുള്ള കഴിവുള്ള ദൈവത്തെയാണ് ഒരു മട പൊട്ടിയാൽ, ഒരു ബൗണ്ടറി പൊട്ടിയാൽ, ഒരു ബണ്ണ് പൊട്ടിയാൽ വെള്ളത്തിന്റെ നിയന്ത്രണം അതിനിഷ്ടമുള്ളത് എങ്ങോട്ട് വേണം അത് വിടും. പക്ഷെ ഇവിടെ എവിടെയോ പൊട്ടിയ മടക്കകത്ത് നിൽക്കുക ദൈവം തന്നെ വെള്ളത്തിന് റൂട്ട് കാണിച്ചു കൊടുത്തു. ആമേൻ. ഇങ്ങനെ പറയട്ടെ, ബിന്ദുവാലി ഒഴിച്ച് കിണറിനകത്തേക്ക് കുഴിക്കകത്തേക്ക് ഒഴുകണമെങ്കിൽ ദൈവം തന്നെ റൂട്ട് കാണിക്കും. ചിന്തിച്ചിട്ടുണ്ടോ? അമ്മേ, നമ്മളിൽ ഇവിടുന്ന് കുറെ വെള്ളം ഓടി വന്ന് ഒഴുകിയിട്ട് വരുമ്പോ നമ്മൾ എത്ര റൂട്ട് കിട്ടിയാലും ചിലതൊക്കെ വീണ്ടും വരാം. പക്ഷെ പൂർണ്ണമായിട്ടെല്ലാം വീണ്ടും വരത്തില്ല. അതെല്ലാം ഇങ്ങനെ പരന്നുണ്ട്. പക്ഷേ അഡ്രസ് തെറ്റാതെ അമ്മേ ദൈവം ഒരുക്കിയ ചാനൽ ആ കുഴിച്ച കുഴിക്കകത്തേക്ക് സകലയാളുകൾ കുഴിച്ച കുഴിക്കകത്തേക്ക് ഞാൻ ഇന്ന് ദൂത് വിളിച്ചു പറയുന്ന വാക്കാണ്. സ്തോത്രത്തിലെ ആളുകൾ എല്ലാവരും കുഴിച്ച കുഴിക്കകത്തേക്ക് ആ വെള്ളം ഒഴുകി ഒരുപാടായിട്ട് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, ആരെങ്കിലും കുഴിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടി എല്ലാം വെള്ളം ഒഴുകി. സ്തോത്രത്തിലേക്കുള്ള ഇന്ന് ഞാൻ വാക്കുകൾ വിരാമം കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഈ താഴ്വരയിൽ എങ്ങനെ പറ്റണം? അനേക കുഴികൾ. ഈ താഴ്വരകളിൽ അനേക കുഴികൾ. ഒന്നിലധികം പ്രാർത്ഥനകളുണ്ടാവാം വ്യക്തിപരമായ കുടുംബത്തിൽ ജീവിതത്തിൽ ശുശ്രൂഷ